നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? എന്നാൽ ഉറപ്പിച്ചോളൂ, വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട് എന്ന്. ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ നിത്യവും ഉറക്കത്തിൽ ദുസ്വപ്നം കാണും. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് കാരണമില്ലാത്ത ദുർഗന്ധം വീട്ടിൽ അനുഭവപ്പെടും. എത്ര തന്നെ വീട് വൃത്തിയാക്കിയാലും ആ ദുർഗന്ധം വീണ്ടും ഉണ്ടാകും. നിസാര കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങി പെട്ടെന്നായിരിക്കും അതൊരു കലഹത്തിലേക്ക് എത്തിച്ചേരുന്നത്. കാരണമില്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒന്ന്, മനസ്സമാധാനമായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അനുഭവപ്പെടും. എത്ര ആഗ്രഹിച്ചിറങ്ങിയാലും പല കാരണങ്ങളാൽ ക്ഷേത്ര ദർശനം മുടങ്ങിപ്പോകും. വീട്ടിൽ വളർന്നു വന്ന തുളസി പെട്ടെന്ന് കരിഞ്ഞു പോവുക. മുടങ്ങാതെ വിളക്ക് തെളിയിച്ചിരുന്ന വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും മനസ്സ് വരാതെ വിളക്ക് കത്തിപ്പ് മുടങ്ങിപ്പോവുക. ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ, വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ടെന്ന്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും തന്നെ വൈകാതെ ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തിരിക്കണം. ചെയ്യേണ്ടത് ഇപ്രകാരം: വൈകുന്നേരം 6 മണിക്ക് മുമ്പായി വീടിനകം മുഴുവൻ തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം പോയി കുളിച്ച് ശുദ്ധിയായി വന്ന് കിണറ്റിൽ നിന്നും ശുദ്ധജലം ഒരു ഗ്ലാസ്സിലെടുത്ത് അതിൽ ഒരിതൾ തുളസിയില മുക്കി പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ 21 പ്രാവശ്യം വിശ്വാസപൂർവ്വം ജപിച്ച് വീടിനകത്ത് എല്ലാ റൂമിലും പൂജാമുറിയിലും തുളസിയില ഉപയോഗിച്ച് ഈ വെള്ളം തളിക്കുക. തുടർന്ന് വീടിന് പുറത്ത് ഒരു വലം വെച്ച് വെള്ളം തളിക്കുക. അതിനുശേഷം ശിവനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം കളിയാടും. അതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്നത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ വ്യക്തമാകും.